നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേട്ടാ, എന്നിട്ടെന്താ, ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പെട്ട പാട്. അതുകൊണ്ടുണ്ടായ ഗുണം എന്താന്ന് വെച്ചാ എന്റെ ഹോസ്റ്റൽ ജീവിതം അതോടുകൂടി അവസാനിച്ചു. അത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ സച്ചേട്ടനെ എനിക്ക് കിട്ടില്ലായിരുന്നല്ലോ. പക്ഷേ ഇത്രയൊക്കെ ഒരു വീരനായിരുന്നു എന്റെ ഭർത്താവെന്ന് ഞാൻ ഇപ്പഴേ അറിയുന്നത്. ഓ, ഇതുപോലെ ഇനി എന്തൊക്കെയുണ്ട് ഞാൻ അറിയാത്ത കഥകള്. സമയാവട്ടെ, ഓരോന്നോരോന്നായിട്ട് പറയാം. ഇതുപോലെ കേൾക്കുമ്പോ തലകറങ്ങുന്നതാണോ അതൊക്കെ? ഏയ്, ഞാൻ അത്രയ്ക്കൊന്നും മോശമായ ഒരാളൊന്നും അല്ല കേട്ടോ. അന്നെനിക്കൊരു അബദ്ധം പറ്റിയതാ. നല്ല അബദ്ധം. പഴയ കാര്യങ്ങളൊക്കെ അയവിറക്കി കഴിഞ്ഞെങ്കിലേ ഓഫീസിൽ പോ റെഡിയാവ്. ചെല്ല്, ഞാൻ എപ്പോഴേക്കും കഴിക്കാൻ എടുത്തു വെക്കാം. ഏയ്, താൻ അവിടെ ഇരിക്കുന്നേ. വീട്ടിൽ സച്ചേട്ടാ, എനിക്ക് ജോലിയുണ്ട്. അതൊക്കെ പിന്നീടാവട്ടെ. വല്ലപ്പോഴും കൂടിയ ഒന്ന് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്നേ. അയ്യോ, ഇതെന്താ? എന്താ? അടുക്കള ജോലി ചെയ്ത് കരിയും പുകയൊക്കെ അടിച്ച് കൈയുടെ ഒരു കോലം കണ്ടോ? ഓഹോ, അങ്ങനെയാണോ? പിന്നല്ലാതെ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? അതെ, സംഭവം സോപ്പിംഗ് ആണെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ. പറ. ഓരോ വർഷം കഴിയും തോറും പ്രായം കുറയല്ല, കൂടുക. അതിനനുസരിച്ച് നമ്മുടെ കയ്യിലും മുഖത്തും ഒക്കെ വ്യത്യാസം വരും. ശരീരം ചുളുങ്ങും. അതിനൊക്കെ വെറുതെ ആണെങ്കിൽ പോലും ടെൻഷൻ അടിക്കരുത്. അതൊക്കെ സ്വാഭാവിക. തന്റെ ക്യൂടെക്സ് കണ്ടോ? കണ്ടോ, കുറച്ചൊക്കെ പോയിരിക്കുന്നേ. ഇതൊക്കെ താൻ ശ്രദ്ധിക്കുന്നില്ലെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇന്നൊരു കാര്യം ചെയ്യാം നമുക്ക്. ഞാനൊന്നും ഓഫീസിൽ പോകുന്നില്ല. നമുക്ക് രണ്ടുപേർക്കും കൂടി പുറത്തുപോയി കുറേ സാധനങ്ങൾ വാങ്ങാം. ബ്യൂട്ടി പാർലറിലും കയറാം. എന്നിട്ട് മൊത്തത്തിലൊരു സുന്ദരിയാക്കി എടുക്കാം. അതെന്താ, ഇപ്പൊ ഞാൻ സുന്ദരിയല്ലേ? അതെ, അതീവ സുന്ദരിയാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. സച്ചേനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ, വേഗം ചോദിക്കേ. വയസ്സാവുമ്പോ ഈ സ്നേഹമൊക്കെ കുറയോ സച്ചേട്ടന്? ഇതൊക്കെ പറഞ്ഞുകൊണ്ടല്ല കേട്ടോ ഞാൻ ചോദിക്കുന്നത്. സച്ചേട്ടൻ എന്നോട് കൂടുതൽ ഇഷ്ടം കാണിക്കുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെ ഒരു ഭയം തോന്നാറുണ്ട്. ഇത് ജീവിതമാണ്, സാഹചര്യങ്ങളാണ്. കൂടെയുള്ളവർ എപ്പോ വിട്ടിട്ട് പോകുന്നറിയില്ല. പക്ഷേ ചില സന്തോഷ നേരങ്ങളിൽ എന്റെ മനസ്സിൽ വന്നു കയറുന്ന പേടി അതൊക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.